വെള്ളിയാഴ്ച രാവിലെ അസോസിയേഷൻ ജനറൽ ബോഡി കൂടി ജസ്റ്റിസ് ബദറുദ്ദീനെ കോടതി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കോടതി എത്തിയും അദ്ദേഹം സിറ്റിംഗ് ഉണ്ടായില്ല. സിറ്റിംഗ് അങ്ങേരം ക്യാൻസൽ ചെയ്തു. അപ്പം തന്നെ കൈക്കൊണ്ട തീരുമാനം അങ്ങേര് മാപ്പ് പറയണമെന്നുള്ളതായിരുന്നു. അങ്ങനെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ 1 മണിക്ക് കൂടി അടുത്ത കോഴ്സ് ഓഫ് ആക്ഷൻ തീരുമാനിക്കുന്നുള്ളത് തീരുമാനിച്ചു. അങ്ങേര് സിറ്റിംഗ് ക്യാൻസൽ ചെയ്തുകൊണ്ട് 1 മണിക്ക് വീണ്ടും കൂടി. ഇതിനിടയ്ക്ക് അസോസിയേഷൻ പ്രസിഡൻറ്റിനെ ചീഫ് ജസ്റ്റിസ് വിളിപ്പിച്ചു. ചീഫ് ജസ്റ്റിസ് വിളിപ്പിച്ചപ്പോൾ ഇങ്ങനെ മാപ്പ് പറയണം എന്നുള്ളതാണ് അസോസിയേഷൻ നിലപാടെന്ന് അസോസിയേഷൻ പ്രസിഡൻറ്റ് പറഞ്ഞു. അപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ലെറ്റ് മീ ഹിയർ മൈ ബ്രദർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കേൾക്കട്ടെ. കാരണം അപ്പോഴാണ് ആ സമയത്താണ് ചീഫ് ജസ്റ്റിസ് വിവരം അറിയുന്നത്. ഉച്ചയ്ക്ക് തീരുമാനിച്ചു. ചീഫ് ജസ്റ്റിസ് ഇതിനെക്കുറിച്ച് കേട്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ നമ്മൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചേരാം എന്ന് പറഞ്ഞാണ് ജനറൽ ബോഡി പിരിയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2:30 മണിയാകുമ്പോൾ കോടതിയിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു. ചീഫ് ജസ്റ്റിസിന് എന്നെയും ഇതിലെ വിക്ടിം എന്ന് പറയാവുന്ന അഭിഭാഷകയും കാണണം, 3 മണിക്ക് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ കാണണമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമൊന്നും നിങ്ങളൊന്നുമില്ല. ചീഫ് ജസ്റ്റിസ് കാണണമെന്ന് പറയുമ്പോൾ കാണുക എന്നല്ലാതെ അതിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ചീഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് മുസ്താഖ്, ജസ്റ്റിസ് ബദറുദ്ദീൻ, ഇത്രയും ആളുകളുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീനെ കണ്ട സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ഇസ് ഇറ്റ് നോട്ട് പ്രോപ്പർ ദാറ്റ് വി കോൾ ദ അസോസിയേഷൻ പീപ്പിൾ ഓൾസോ എന്ന് ചോദിച്ചു. അപ്പോൾ ചീഫ് പറഞ്ഞു, ദിസ് മീറ്റിംഗ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇഷ്യൂ ടേക്കൺ അപ്പ് ബൈ ദ അസോസിയേഷൻ. ദാറ്റ് ഇഷ്യൂ വിൽ ബി അഡ്രസ്ഡ് സെപ്പറേറ്റ്ലി. ഐ വാണ്ടഡ് ടു കൺവേ മൈ വ്യൂ ഓൺ ദിസ് മാറ്റർ, സോ ഓൾസോ മൈ ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, വാട്ട് ഹാസ് ഹാപ്പൻഡ് ഈസ് സംതിങ് വിച്ച് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണല്ലോ അതിൻ്റെ ധ്വനി. സോ ലെറ്റ് മൈ ബ്രദർ ഓൾസോ എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ്, എനിക്ക് അലക്സിൻ്റെ വൈഫാണെന്ന് ഇവരെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഇതാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അലക്സിൻ്റെ വൈഫാണോ എന്ന് അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഒരു അഭിഭാഷകൻ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ സമയം ചോദിക്കുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ ചോദിക്കുക, വിശദീകരണം ചോദിക്കുക, അത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് മുസ്താഖ് പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ കോടതിയിൽ ഇതൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല, അപ്പോൾ തന്നെ മാറ്റുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് സമയം കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇങ്ങനെയാണ്. അപ്പം ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല, ചെയ്യില്ല, ഐ ആം റിയലി സോറി എന്ന നിലയിൽ അങ്ങേരുടെ ഇത് പ്രകടിപ്പിച്ചു. സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ചീഫ് ചെയ്ത് പറഞ്ഞു, സീനിയർ കൗൺസിൽ, ദ ഇഷ്യൂ റേസ്ഡ് ബൈ ദ അസോസിയേഷൻ ദാറ്റ് വിൽ ബി അഡ്രസ് സെപ്പറേറ്റ്ലി, ദിസ് മീറ്റിംഗ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. അപ്പോൾ പിന്നെ അസോസിയേഷൻ്റെ ഭാരവാഹികളെ അപ്പോൾ വിളിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്ന്, അതിന് വിളിക്കേണ്ട കാര്യമില്ല. ഈ സംഭവത്തിൽ എനിക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇവരെ അറിയിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഉദ്ദേശം, അവർക്കുള്ള ഇവരുടെ. അപ്പോൾ ഇത് കഴിഞ്ഞു, പിരിഞ്ഞു. പിറ്റേ ദിവസം അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നമുക്കൊരു കത്ത് കൊടുക്കാം, ഇനി ഇത് പോസിബിലിറ്റി ഇല്ല, എനിക്ക് വയ്യ, കാരണം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 60 ദിവസം ആകുന്നേ ഉള്ളൂ, ഒരു കത്ത് കൊടുക്കാം, ഇനി ഇത് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യ എനിക്ക്. ഞാൻ പറഞ്ഞു, ശരി, കൊടുക്കും. അവർ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും അഡ്രസ്സ് ചെയ്ത് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിനകത്ത് പറഞ്ഞു, ഇതാണ് എന്ത് സംഭവിച്ചത്, ഞാൻ എൻ്റെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ മീറ്റിംഗ് നടന്നതെന്നും ഇതൊക്കെ കാര്യങ്ങളുള്ള സത്യസന്ധമായിട്ട് നടന്നത് പറഞ്ഞിട്ടുണ്ട്. ആ കത്തിലെ കാര്യങ്ങളും അതുകൊണ്ട് ഇനി മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന് ഇവർ പറഞ്ഞത്
ആ ഭാഗത്തെ ഇത് സെറ്റിൽമെൻറ്റാണ്, ഇതെല്ലാം അവിടെ വെച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു അസോസിയേഷനെ കൂട്ടാതെ എന്നുള്ള നിലയിലേക്ക് ഒരു ട്വിസ്റ്റ് കൊടുത്തത്. അപ്പോൾ പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അസോസിയേഷൻ്റെ അംഗങ്ങളിലെ ആവേശ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യങ്ങൾ കൂടി ഇന്ന് 1 മണിക്ക് കൂടാനിരുന്ന മീറ്റിംഗ് 9:45 അഡ്വാൻസ് ചെയ്തു. ജനറൽ ബോഡി എടുത്ത 1 മണിക്ക് കൂടാൻ തീരുമാനിച്ചത് 9:45 കൂടാൻ തീരുമാനിക്കാൻ എന്തധികാരമാണ് പ്രസിഡൻറ്റിന് ബൈലോ പ്രകാരം ഉള്ളതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കറിയില്ല അങ്ങനെ പ്രതികാരം ഉണ്ടോ ഇല്ലയോ, ഞാൻ നോക്കിയിട്ടില്ല. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണിത് സംഭവിച്ചതെന്നുള്ളത് അഡ്വക്കേറ്റ് സരിതയോടോ എന്നോടോ നിരന്തരമായി ബന്ധപ്പെടാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് വാസ്തവത്തിൽ എന്നോട് ചോദിച്ചത് സീനിയർ അഡ്വക്കേറ്റ് ഹരിരാജ് മാത്രമാണ്, സാറേ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എക്സ്പ്ലെയിൻ, ദാറ്റ്സ് മാറ്റർ. സരിതയോട് ഒരാളും ചോദിച്ചില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ സ്വാഭാവിക രീതിയാണ് നമ്മൾ കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ആണല്ലോ നമ്മുടെ ഈ സ്വഭാവ രീതിയാണല്ലോ അരിക്കാശ്. അത് എന്താണെന്നുള്ളത് ഇത് വന്നപ്പോൾ സോ ദാറ്റ് ഐ ബിലീവ് ദ പ്രസിഡൻറ്റ് ഹാസ് ഹിസ് ഓൺ അജണ്ട. അതർവൈസ് ഇങ്ങനെ ഒരു രംഗത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആവേശ കമ്മിറ്റിക്കാർക്കും അതിൻ്റേതായ അജണ്ടയുണ്ട്, അവരും ഇതിലേക്ക് കൊണ്ടുപോകണ്ട്. സസ്പെൻഡ് ചെയ്തതെന്ന് ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് എന്നോടല്ല, എന്നോടും ചോദിച്ചില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് സരിത ഇന്നലെ ഇത് പറയാൻ സരിത ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പ് ഇത് വിശദീകരിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടു. അപ്പോൾ അതിന് ചിലരൊക്കെ പ്രതികരിച്ചു ഞാൻ എൻ്റെ ഇൻസ്റ്റൻസിലാണ് വന്നത്. സരിതയ്ക്ക് ഇവരെല്ലാവരും ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒരു കാര്യം പറയാനും എഴുതാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് മരിച്ചതിൻ്റെ ഒരു പ്രഷറിൽ അവർ കഴിയുന്നു എന്നുള്ളതല്ലാതെ ഇവർ ഈ പറയുന്ന ആവേശ കമ്മിറ്റിക്കാരെയൊക്കെ എല്ലാം നല്ല ആർട്ടിക്കുലേറ്റ് ചെയ്ത് എഴുതാനും പറയാനും കഴിവുള്ളവരാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. സ്വാഭാവിക നീതി ലംഘിച്ചതല്ല, എനിക്ക് സ്വാഭാവിക നീതിയൊന്നുമല്ല ഇതിനകത്തെ പ്രശ്നം. ഇത് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജൂനിയേഴ്സായിട്ടുള്ള ആളുകളുണ്ട്, സീനിയേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. ജൂനിയറായുള്ള എന്താ സാറേ സംഭവിച്ചതെന്ന് എന്നോട് ചോദിക്കാം. സീനിയറായിട്ടുള്ള മറ്റവരുണ്ട്, അവർക്ക് പറയാം എന്താ മുന്നോട്ട് സംഭവിച്ചതെന്ന് ചോദിക്കാം. അത് ചോദിക്കാനുള്ള ഒരു മര്യാദ ആര് കാണിച്ചില്ല എന്നത്, എന്താ സംഭവിച്ചതെന്നുള്ളത് സരിതയോടും ചോദിക്കാം. അതിനും അവരാരും മുതിർന്നില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള സരിത ഒരു വിശദീകരണം കൊടുത്തു, അത് ഉൾക്കൊള്ളാനും തയ്യാറായില്ല. അപ്പോൾ ആകത്തുക എന്ന് പറയണത് അതിന് മുമ്പേ അജണ്ട സെറ്റ് ചെയ്തു എന്നാണ്. പിന്നെ ജനറൽ ബോഡി കൂടി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഏത് ബൈലോയിലാണ് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാനിങ്ങനെ കറഞ്ഞു കേട്ടതാണ്. കാരണം ഇത് തീരുമാനം എടുത്തത് അഭിഭാഷകരാണേ. സത്യസന്ധമായി മറുപടി പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പം പറയാൻ കൊള്ളില്ല. ഒരാളും വിളിച്ചില്ല. അതിന് ശേഷം ഒരാൾ തന്നെ വിളിച്ചില്ല. ഒരറിയിപ്പും ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ എന്നെ എനിക്ക് അറിയിച്ചിട്ടില്ല അസോസിയേഷനിൽ നിന്ന്. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അതല്ലാതെ അതിനപ്പുറം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. അൺകണ്ടീഷണലായിട്ടുള്ള ഒരു അപ്പോളജി പറഞ്ഞു. ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ അതൊരു ന്യായമായിട്ട് ഞാനും കാണുന്നില്ല. ഇനി ആളിൻ്റെ വൈഫാണെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ട് അഭിഭാഷകൻ മരിച്ചു പോയതുകൊണ്ട് സമയം ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ആരാണ് അപ്പിയർ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ആ പേര് ചോദിക്കും, അതേ ഞാൻ ചെയ്തുള്ളൂ.
അതല്ല, അതിനപ്പുറം ചോദിച്ചു, അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള തർക്കമല്ല. അതിലെ അങ്ങനൊരു ചോദ്യം ഉണ്ടാവരുതെന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്നും തർക്കമില്ല. അതിപ്പം ഇതിലുള്ള ഏത് ജഡ്ജാണേലും അങ്ങനെ ഉണ്ടാവരുതെന്നുള്ളതാണ് അതിൻ്റെ. എന്തു ചെയ്യാം? മുന്നോട്ട് ഞാൻ അത് അറിയിപ്പ് വരട്ടെ, അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാം. അതല്ല, ഒരാളിനെ ഒരു സംഘടനയിൽ നിന്നോ അല്ലോ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് തീരുമാനം എടുക്കുന്നത് ജനറൽ ബോഡിയാണെന്ന് ഞാൻ പഠിച്ച നിയമത്തിൽ അറിയില്ല. എനിക്കതുകൊണ്ടാണ് എനിക്കറിയാത്ത ഒത്തിരി നിയമമുണ്ടല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ ജനറൽ ബോഡി ഒരു സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാന്ന് എനിക്ക് മനസ്സിലാകില്ല.